ഉഷ്ണതരംഗത്തിൽ കേരളം ചുട്ടുപൊള്ളുകയാണ്. പാലക്കാടും തൃശൂരും വെന്തുരുകുന്നു. രാവും പകലും കൊടും ചൂടാണ്. ഫാനിനും തണുപ്പിക്കാനാവാത്ത ഉഷ്ണരാത്രികൾ. സൂര്യാഘാത ഭീഷണി ഉയർത്തി എരിവയിൽ പകലുകൾ. ഉയരുന്ന താപനിലയിൽ നാം കരുതേണ്ടത് എങ്ങനെ? ഉഷ്ണതരംഗമാണ്, ജാഗ്രത വേണം. ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുമ്പോഴും ചിലയിടത്ത് വേനൽ മഴ പെയ്തത് ചെറിയ ആശ്വാസമായി. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ എന്നിവിടങ്ങളിൽ ചിലയിടത്ത് ആശ്വാസമായി വേനൽ മഴ. തുടർച്ചയായി ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയ പാലക്കാട് ഇന്ന് ഒരിത്തിരി ചൂട് കുറഞ്ഞു. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ഉഷ്ണതരംഗ മുന്നറിയിപ്പുള്ള 4 ജില്ലകളിലെ താപനില ഇങ്ങനെയാണ്. പാലക്കാട് 40.4 ഡിഗ്രി സെൽഷ്യസ്, കോഴിക്കോട് 37.8 ഡിഗ്രി സെൽഷ്യസ്, തൃശൂർ 37.3 ഡിഗ്രി സെൽഷ്യസ്, ആലപ്പുഴ 37.1 ഡിഗ്രി സെൽഷ്യസ്. നമുക്കിപ്പം അതിഥികളായി ശേഖർ കുര്യാക്കോസ്, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ഉണ്ട്. ഡോക്ടർ രാജീവ് ജയദേവ്, റിസർച്ച് സെൽ കേരള സ്റ്റേറ്റ് IMA ചെയർമാൻ. ഡോക്ടർ എസ് അഭിലാഷ്, കാലാവസ്ഥാ നിരീക്ഷകൻ, അസിസ്റ്റന്റ് പ്രൊഫസർ ക്യുസാറ്റ്. ആദ്യം ഡോക്ടർ എസ് അഭിലാഷിലേക്ക്. ഡോക്ടർ എസ് അഭിലാഷ്, ചെറിയ വേനൽമഴയൊക്കെ കിട്ടി തെല്ലൊരാശ്വാസമായി പാലക്കാട്ടെങ്കിലും എത്ര നാൾ ഈ ഉഷ്ണതരംഗ സാധ്യത തുടരാനാണ് സാധ്യത? തെക്കൻ കേരളത്തിലാണ് കൂടുതലും വേനൽ മഴ ഇന്നും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലാണെങ്കിൽ പോലും തെക്കൻ കേരളത്തിൽ നല്ല തോതിൽ വേനൽ മഴ ലഭിക്കുന്നുണ്ട്. പക്ഷേ വടക്കൻ കേരളത്തിൻ്റെ സ്ഥിതി അല്പം ഗുരുതരമാണ്. കാരണം ഇന്ന് പോലും വടക്കൻ കേരളത്തിൽ പല സ്ഥലങ്ങളിലും വലിയ തോതിൽ മഴ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഈ വേനൽ മഴയുടെ ഒരു സാഹചര്യം അടുത്ത ഒരു മെയ് 2nd വീക്ക്, ഒരു 5-6 ഒക്കെ കഴിയുന്നതോടുകൂടിയാണ് വ്യാപകമായിട്ടുള്ള വേനൽമഴയുടെ ഒരു സാധ്യത നിലനിൽക്കുന്നത്. അപ്പോൾ അതുവരെയെങ്കിലും പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ ഈ ഒരു സ്ഥിതി ഒരു 40 ഡിഗ്രിക്ക് അറൗണ്ട് 40 ഡിഗ്രിക്ക് അടുത്തുള്ള ഒരു താപനില പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ ജില്ലകളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ഏകദേശം ഒരു 2-3 തീയതി വരെയെങ്കിലും ഈ ഒരു 40 ഡിഗ്രിക്ക് അടുത്തുള്ള താപനിലയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ തെക്കൻ കേരളത്തിൽ ഇന്ന് മഴ കിട്ടി, നാളെയും ഒരുപക്ഷെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴ കിട്ടാനുള്ള സാധ്യതയുണ്ട് തെക്കൻ കേരളത്തിൽ. അതിനുശേഷം ഒരു 2-3 ഒക്കെ ആകുമ്പോഴേക്കും വേനൽമഴ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു തുടങ്ങും. അതോടുകൂടി ഈ ഒരു വലിയ ഒരു ഉഷ്ണ തരംഗ സാഹചര്യം ചെറിയൊരു അയവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ശേഖർ കുര്യാക്കോസ്, എന്തായാലും 4-5 ദിവസം കൂടി ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുമ്പോൾ ആലപ്പുഴയിൽ ഒരു നിർമ്മാണ തൊഴിലാളി ഇന്ന് വൈകുന്നേരം ഇപ്പോൾ സൂര്യാഘാതമേറ്റ് മരണമടഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ 3-4 മരണങ്ങളായി കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഇനിയും ഇതേപോലെ ഉഷ്ണതരംഗ സാധ്യത മുന്നിലുണ്ടെങ്കിൽ കൂടുതൽ മുൻകരുതലുകൾ നമ്മൾ എടുക്കേണ്ടതല്ലേ ശേഖർ? ആണ് പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ വ്യക്തിഗതമായി നമ്മൾക്ക് ഈ സാഹചര്യത്തെ അതിജീവിക്കാനുള്ള രീതിയിൽ പ്രവർത്തിക്കുക, പൊതുസമൂഹം അത്തരം നിർദ്ദേശങ്ങളെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ സാഹചര്യത്തെ അതിജീവിക്കാൻ നിലവിൽ സാധ്യമായ കാര്യം. അത് സംബന്ധിച്ച മുന്നറിയിപ്പുകൾ നമ്മൾക്ക് ഈ വർഷം ഫെബ്രുവരിയിൽ തന്നെ കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ ചൂട് തീവ്രമായി അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു. ആ സമയം തന്നെ ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നു. അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ടേക്കപ്പ് ചെയ്തിട്ടുമുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾക്കൊക്കെ ആവശ്യമായ നിർദ്ദേശങ്ങൾ അന്ന് തന്നെ നൽകിയിരുന്നു. അപ്പോൾ നിലവിൽ വ്യക്തിസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഊന്നൽ കൊടുത്തുകൊണ്ടാണ് നമ്മൾക്ക് മരണം അല്ലെങ്കിൽ കാര്യമായ ആരോഗ്യ ആഘാതങ്ങൾ ഇതിൽ നിന്നുണ്ടാകുന്നതിനെ പ്രതിരോധിക്കാൻ സാധിക്കുക. ആ രീതിയിലാണ് പൊതുസമൂഹം പ്രവർത്തിക്കേണ്ടത്. ഓക്കെ, ഡോക്ടർ രാജീവ് ജയദേവ്, എങ്ങനെയാണ് ഈ പ്രത്യേകിച്ച് നിർജ്ജലീകരണം അടക്കം വലിയ ആഘാതമുണ്ടാക്കാനുള്ള സാധ്യതയുള്ള ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഏകദേശം 2 ലക്ഷത്തിനടുത്ത് വയോജനങ്ങൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട്. അവർക്ക് പ്രത്യേകിച്ച് ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും ഒക്കെ മരുന്ന് കഴിക്കുന്നവരുമാണ്. അപ്പോൾ വീട്ടിലും ഈ ഉഷ്ണതരംഗത്തിൻ്റെ ആഘാതമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പലപ്പോഴും കറണ്ട് പോകുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് രാത്രിയിൽ ഉറക്കം പോലും നേരെയാകാത്ത സാഹചര്യമുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളടക്കമുള്ളവരുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ സാഹചര്യത്തെ, ആരോഗ്യത്തെ ബാധിക്കാതെ നമുക്ക് മറികടക്കാൻ കഴിയുക? ഈ പറഞ്ഞതെല്ലാം വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഓരോന്നായിട്ട് എടുക്കാം. ആദ്യമായിട്ട് സ്ലീപ്പ് ക്വാളിറ്റിയെ പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മൾ സാധാരണ ചിന്തിക്കാത്ത ഒരു വിഷയമാണ്. ഈ ഉഷ്ണകാലത്ത് ഉറക്കം വളരെ മോശമായതിനാൽ, ഉറക്കത്തിന്റെ ക്വാളിറ്റി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരികയും മറ്റും ചെയ്യുന്നതിനാൽ പകല് നമുക്കുള്ള ഉന്മേഷം കുറയുകയും പ്രൊഡക്ടിവിറ്റി കുറയുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല മനുഷ്യ ശരീരത്തിന്
ഭക്ഷണം പോലെ തന്നെ ഉറക്കം അത്യാവശ്യമുള്ള സംഗതിയാണ്. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വേറെ ഉണ്ടായിരിക്കാം. വയോജനങ്ങളുടെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ മൊബിലിറ്റി കുറവുള്ളവർ, അതായത് ചിലർക്ക് ശയ്യാവലംബര ആയിട്ടുള്ളവരുണ്ടാകാം, ഉണ്ടാകാതിരിക്കാം, വീടിന് പുറത്തേക്ക് പോകാൻ തക്ക ആരോഗ്യമില്ലാത്തവരുണ്ടായിരിക്കാം, മറവി രോഗം ഉള്ളവർ ധാരാളമുണ്ട്, ചുറ്റും ആളില്ലാത്ത ഒറ്റയ്ക്ക് താമസിക്കുന്നവർ ഉണ്ടെന്നിരിക്കാം, ചിലർ സ്ലം ഏരിയസിലുള്ളവരുണ്ടായിരിക്കാം, വലിയ കോൺക്രീറ്റ് കെട്ടിടങ്ങളല്ലാതെ ടിൻ റൂഫും മറ്റും വളരെ ചീപ്പായിട്ടുള്ള റൂഫിംഗ് ഉള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കും. ഇവരെല്ലാവരും വൾനറബിൾ ആണ്. എന്ന് വെച്ചാൽ അവർക്ക് റിസ്ക് കൂടുതലാണ്. പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടായിരിക്കാം. അതുകൊണ്ട് അവർക്ക് ചുറ്റുമുള്ളവരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇവർ കൃത്യമായി വെള്ളം കുടിക്കുന്നുണ്ടോ എന്നുള്ളത് മിനിമം അവര് നോക്കേണ്ടത് തന്നെയാണ്. മറവി രോഗമുള്ളവരും മാത്രവുമല്ല മൊബിലിറ്റി കുറവുള്ളവരും വെള്ളം കുടിക്കാൻ പൊതുവെ മടി കാണിക്കുന്നവരാണ്. അതുകൊണ്ട് ഓരോ ദിവസവും ഒരു 2-2.5 ലിറ്റർ മിനിമം വെള്ളം കുടിക്കുകയും അതാത് ദിവസത്തെ പ്രത്യേകത അനുസരിച്ച് അല്പം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ കൊടുക്കുകയും വേണം. വെള്ളം മാത്രമല്ല, സോൾട്ടുകൾ, ബോഡി സോൾട്ടുകൾ വളരെ അത്യാവശ്യമാണ്. സോഡിയം, പൊട്ടാസ്യം മുതലായ സോൾട്ടുകൾ ശരീരത്തിൽ നിന്ന് നഷ്ടമാകുന്നുണ്ട്. അത് വെള്ളം കുടിച്ചാൽ അതുകൊണ്ട് നമുക്ക് അത് റിപ്ലേസ് ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് മോര് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഭക്ഷണമാണ്. ഉപ്പിട്ട കഞ്ഞിവെള്ളം, ഗ്ലാമർ കുറവാണെന്ന് അറിയാമെങ്കിലും വളരെ ഉത്തമമായിട്ടുള്ള ഒരു ഭക്ഷണമാണ്. അതോടൊപ്പം തന്നെ ഉപ്പിട്ട നാരങ്ങ വെള്ളം. ഉപ്പെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് ഉപ്പല്ല. അതുപോലെ ORS ലായനി വീട്ടിൽ വളരെ എളുപ്പം നിസ്സാര ചെലവില്ലാതെ തന്നെ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സംഗതിയാണ് ORS എന്ന് വെച്ചാൽ ഉപ്പ്, പഞ്ചസാര, വെള്ളം വളരെ നേർപ്പിച്ച രീതിയിൽ ഉണ്ടാക്കാവുന്നതാണ്. ഇത് നിർജ്ജലീകരണത്തിന് ഉത്തമമായിട്ടുള്ള ഒരു സംഗതിയാണ്. എന്നാൽ നമ്മുടെ സാധാരണ ടെംപ്റ്റേഷൻ കടകളിൽ നിന്നും മറ്റും വാങ്ങിക്കുന്ന ഭംഗിയുള്ള രുചിയുള്ള ശീതളപാനീയങ്ങൾ കുടിക്കുക, മദ്യം ഉപയോഗിക്കുക, ഇങ്ങനെയുള്ള ടെൻഡൻസികളുണ്ട്. ഇതെല്ലാം തെറ്റാണ്. ഉണ്ട്. അതുപോലെ കുഞ്ഞുങ്ങളുടെ കാര്യം, കുഞ്ഞുങ്ങൾ വൾനറബിൾ ആണ്. ഒന്ന്, അവർക്ക് ദാഹം അറിയിക്കാൻ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അവരെ പ്രത്യേകം സൂക്ഷിക്കണം. അതുപോലെ തന്നെ അവർ വെയിലത്ത് കളിക്കാൻ പോയെന്നിരിക്കാം. അവർക്ക് കൃത്യമായിട്ടുള്ള മേൽനോട്ടവും കളിക്കിടയിലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കുകയും ക്ഷീണം തോന്നുകയാണെങ്കിൽ മാറ്റി നിർത്തുകയുമാണ് വേണ്ടത്. ഇങ്ങനെയുള്ള നിരവധി വ്യക്തിഗതമായിട്ടുള്ളതും സാമൂഹ്യമായിട്ടുള്ളതുമായിട്ടുള്ള മാറ്റങ്ങൾ വേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ്. ഓക്കെ, ഡോക്ടർ എസ് അഭിലാഷ്, ഈ ഉഷ്ണതരംഗം ഇങ്ങനെ ഇനി മുന്നോട്ട് പോകാനുള്ള സാധ്യത എത്രത്തോളം? നമ്മൾ പറഞ്ഞൊരു 4-5 ദിവസം കഴിഞ്ഞാൽ ഒരുപക്ഷെ വേനൽ മഴ വന്നേക്കാം. ഇത് എല്ലിനോ പ്രതിഭാസം അടക്കം ചില ആളുകൾ പറയുന്നുണ്ട് ഈ ഉഷ്ണതരംഗം പതിവിലും കൂടുതൽ വരാനുള്ള സാധ്യത അതാണ് എന്ന് പറയുന്നത്. പക്ഷേ എല്ലിനോ പ്രതിഭാസം താൽക്കാലികമായി അവസാനിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഉഷ്ണതരംഗം ഈ 5 ദിവസത്തിനും അപ്പുറത്തേക്ക് നീളാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? കാരണം പലയിടങ്ങളിലും കിണറ്റിൽ നീരുറവകൾ വറ്റിത്തുറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ജീവജാലങ്ങൾക്ക് വെള്ളം കിട്ടാത്തൊരു സാഹചര്യവുമുണ്ട്. ഇത് പ്രത്യേകിച്ചും പാൻ ഇന്ത്യ സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞാൽ പീക്ക് ഹീറ്റ് വേവ് മന്ത്സ് എന്ന് പറയുന്നത് മെയ്യും ജൂണുമാണ്. നമുക്ക് അത് അനുഭവപ്പെടാത്തതിൻ്റെ പ്രധാന കാരണം ട്രഡീഷണലി നമുക്കൊരു മെയ് മാസം ആകുമ്പോഴേക്കും നല്ല തോതിൽ വേനൽ മഴ കിട്ടും. മെയ് ഒരു അവസാന ആഴ്ചയോടുകൂടി മൺസൂണും എത്തുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ കേരളത്തെ സംബന്ധിച്ച് ഉഷ്ണതരംഗങ്ങൾ അത്ര വലിയൊരു ഭീഷണിയായിട്ട് പൊതുവെ കഴിഞ്ഞ കാലങ്ങളിൽ നിലനിൽക്കാത്തത്. അപ്പോൾ ഇതിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം വേനൽ ഒരു ഫെബ്രുവരി മുതൽ തന്നെ നമുക്ക് വേനൽക്കാലം ആരംഭിച്ചു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് നമുക്ക് മാർച്ചിൽ ഓരോ മന്തിലും അല്ലെങ്കിൽ ഓരോ ദിവസവും താപനില കൂടിക്കൂടി വന്ന് അത് സാധാരണ കാണുന്നത് പോലെ ഏപ്രിൽ മാസം മെയ് മാസം തുടക്കമാകുമ്പോഴേക്കും ആ ഒരു ടെമ്പറേച്ചർ ഒന്ന് സാച്ചുറേറ്റഡ് ആകും. കാരണം ആ സമയം കഴിയുമ്പോഴേക്കും സൂര്യൻ്റെ ആ ഒരു വെർട്ടിക്കൽ റേസ് കുറച്ച് സൂര്യൻ നോർത്തിലേക്ക് കുറച്ച് മൂവ് ചെയ്യുന്നതുകൊണ്ട് പിന്നീട് നോർത്ത് ഇന്ത്യയിലാണ് ഉഷ്ണതരംഗങ്ങൾ കൂടുതലുണ്ടാകുന്നത്. ഇപ്പം നമ്മൾ ഒരു പാൻ ഇന്ത്യ സിറ്റുവേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൻട്രൽ ഇന്ത്യ അല്ലെങ്കിൽ ഈസ്റ്റേൺ സതേൺ പെനിൻസുലാർ റീജിയൻ, അതായത് രായലസീമ, ആന്ധ്രാപ്രദേശ്, കർണാടകയുടെ തെക്ക് ഭാഗം, തമിഴ്നാട് പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഏറ്റവും കൂടുതൽ ഉയർന്ന താപനില ഏകദേശം 43-44 ഡിഗ്രി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കണ്ടിന്യൂഷനായിട്ട് പാലക്കാട് ഗ്യാപ്പിലൂടെ പാലക്കാട് വരെ എത്തി നിൽക്കുന്നത്. പാലക്കാടിൻ്റേതായിട്ടുള്ള ചില സ്വഭാവങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ സോയിലും ആ ഗ്യാപ്പിൻ്റെയൊക്കെ പ്രസൻസ് കൊണ്ട് പാലക്കാടിൽ അതിലേറ്റവും കൂടുതൽ നമുക്ക് കേരളത്തിൽ വരുമ്പോഴും ആ ഒരു ഇമ്പാക്റ്റ് അനുഭവപ്പെടുന്നു. അപ്പോൾ ഇത് നോർത്തേൺ ഇന്ത്യയിലേക്ക് ഇത് മൂവ് ചെയ്ത് പോകുന്നതിനനുസരിച്ച് തെക്കൻ ഇന്ത്യയിൽ പ്രത്യേകിച്ചും കേരളത്തിലും മറ്റും ഒരു മെയ് മാസം 10-ാം തീയതിക്ക് ശേഷം വലിയ വ്യാപകമായിട്ടുള്ള ആ ഒരു വേനൽ മഴ എത്തുന്നതോടുകൂടി കേരളത്തിലെ സിറ്റുവേഷൻ ഒരു ചെറിയ അയവ് അല്ലെങ്കിൽ മെയ് മാസം പകുതിയോടുകൂടി ഒരു അയവ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാലും അടുത്ത 3-4 ദിവസം
ഉത്തരേന്ത്യയിൽ ഇതിലും രൂക്ഷമാകും. കാരണം ഉത്തരേന്ത്യയിലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഹീറ്റ് വേവ് മന്ത്സ് എന്ന് പറയുന്നത് തന്നെ മെയ്യും ജൂണും ആണ്. അപ്പം ഇത് വടക്കോട്ട് സൂര്യൻ പ്രയാണം ആരംഭിച്ചു, അതായത് വടക്കോട്ട് സൂര്യൻ്റെ ആ ഒരു വെർട്ടിക്കൽ റേസ് വടക്കോട്ട് നീങ്ങുന്നതിനനുസരിച്ച് അതായത് രാജസ്ഥാൻ തൊട്ട് തെലുങ്കാന വരെയുള്ള ആ ഒരു സെൻട്രൽ ഇന്ത്യൻ റീജിയനിലായിരിക്കും ഇനിയും ഉഷ്ണതരംഗങ്ങൾ കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ മെയ് അവസാനത്തോടുകൂടി മഴ കിട്ടുന്നതുകൊണ്ട് നമുക്ക് മറ്റ് പ്രളയം പോലെയൊക്കെയുള്ള വിഷയങ്ങളാണെങ്കിൽ നമുക്ക് റീഹാബിലിറ്റേഷൻ കേന്ദ്രങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകാം. പക്ഷേ ഈ ഉഷ്ണതരംഗവും വേനലുമാകുമ്പോൾ വീടിനുള്ളിൽ അടച്ചിരിക്കാനേ സാധിക്കും. പക്ഷേ അപ്പോഴും ഈ സ്വന്തമായിട്ട് വീടില്ലാത്ത ആളുകളുണ്ട്, നിർമ്മാണ തൊഴിലാളികൾ പോലെയുള്ള ഒരുപക്ഷെ വേണ്ടത്ര പരിഗണന ലഭിക്കാത്ത വിഭാഗങ്ങളുണ്ട്. അവർക്ക് തണലിലൊന്നും നിന്ന് ജോലിയെടുക്കാൻ പറ്റുന്നൊരു പ്രിവിലേജ് ഇല്ല പലപ്പോഴും. അപ്പം ഇവരുടെ കാര്യത്തിലേക്ക് ഒരു പ്രത്യേക കരുതൽ വേണ്ടി വരില്ലേ ശേഖർ? ശേഖരന്റെ ശബ്ദ തടസ്സമുണ്ട്, ശബ്ദവിനിമയത്തിൽ ഒരു ചെറിയ സാങ്കേതിക തടസ്സമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശബ്ദം പ്രശ്നമുണ്ട്. ശേഖർ ഇപ്പൊ കേൾക്കാം, പറഞ്ഞോളൂ. അതെ, നമ്മൾ ഈ തീവ്രതയ്ക്കനുസരിച്ചിട്ടാണ് ഈ ഒരു ദുരന്ത സാഹചര്യത്തിനോട് പ്രതികരിക്കുക. നമ്മൾക്ക് തയ്യാറെടുപ്പുകൾ മുന്നേ തന്നെ ആരംഭിച്ചു എന്ന് ഞാൻ പറഞ്ഞു. നമ്മൾക്ക് യെല്ലോ അലേർട്ട് ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ചില പ്രത്യേകതരം നിർദ്ദേശങ്ങളാണ് ഞങ്ങൾ നൽകുന്നത്. പക്ഷേ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കാണും, പാലക്കാട് ഓറഞ്ച് അലേർട്ട് വന്നപ്പോൾ കുറച്ചുകൂടി കഠിനമായ തീരുമാനങ്ങളിലേക്ക് പോകേണ്ടി വന്നു. ഇതിന് അപ്പുറത്തേക്ക് ഒരു റെഡ് അലേർട്ട് സാഹചര്യം ഉണ്ടെങ്കിൽ ഇതിലും തീവ്രവും കഠിനവുമായ ചില നിലപാടുകൾ നമ്മൾക്ക് സ്വീകരിക്കേണ്ടി വരും. നമ്മൾ ഓർക്കേണ്ടത്, താങ്കൾ സൂചിപ്പിച്ച പുറംപണി ചെയ്യുന്ന തൊഴിലാളികൾ ഒക്കെ തന്നെ അവരുടെ ലൈവ്ലിഹുഡ്, അവരുടെ ജീവിതം ആ പുറംപണിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഇതിനെല്ലാം ഒരു തടസ്സം ചൂടിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അവിടെ ഡിഫറൻഷ്യലായിട്ട് ആളുകളുടെ ഇതിൻ്റെ ആഘാതം ഏൽക്കുന്നതിൻ്റെ സാധ്യത അനുസരിച്ച് നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ മുതിർന്നവർ, വളരെ പ്രായമായവർ, അല്ലെങ്കിൽ കിടപ്പ് രോഗികൾ, അതല്ല ഗർഭിണികൾ, കുട്ടികൾ, ഇവരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മൾ തുടക്കം മുതലേ നമ്മളുടെ മെസ്സേജുകൾ കൊടുക്കാൻ ശ്രമിച്ചത്. ഇനി ഓറഞ്ച് അലേർട്ടിൻ്റെ സാഹചര്യത്തിൽ ഇന്ന് പാലക്കാട് ജില്ലയ്ക്ക് ഞങ്ങൾ വളരെ വ്യാപകമായി അവിടെയുള്ള മൊബൈൽ ഫോണുകളിലേക്കെല്ലാം ക്യാബ് സന്ദേശങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേ റെഡ് അലേർട്ടിലേക്ക് പോകുമ്പോൾ ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസം തീരുമാനിച്ച് ഉറപ്പിച്ച ചില കാര്യങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള നടപടികളിലേക്ക് പോകേണ്ടി വരും. അത്തരമൊരു സാഹചര്യം നിലവിൽ വന്നിട്ടില്ല. പക്ഷേ സ്റ്റേറ്റിൻ്റെ ഹീറ്റ് ആക്ഷൻ പ്ലാൻ അനുസരിച്ച് അതിന് നിയതമായ ഒരു SOP ഉണ്ട്. ആ SOP അനുസരിച്ചിട്ടുള്ള നടപടികൾ ഉണ്ടാകും. അതിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ നമ്മൾക്ക് പുറത്ത് ആളുകൾ നമ്മൾ പ്രളയത്തിന് കരുതുന്നത് പോലെ തന്നെ വീടില്ലാതെ വഴിയോരങ്ങളിൽ വസിക്കുന്നവർക്കുള്ള ഷെൽട്ടർ സൗകര്യങ്ങളും ഉൾപ്പെടുന്നു. നിലവിൽ ആ സാഹചര്യത്തിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. റെഡ് അലേർട്ടിലേക്ക് പോകാതിരിക്കട്ടെ. താങ്ക് യു ഡോക്ടർ രാജീവ് ജയദേവ്, ഡോക്ടർ S അഭിലാഷ് നമുക്കൊപ്പം ചേർന്നതിൽ. കേരളം ഉഷ്ണതരംഗത്തിന്റെ പിടിയിലാണ്. കടുത്ത വരൾച്ചയ്ക്കുള്ള സാധ്യത ഉത്തരേന്ത്യയിലടക്കം പ്രവചിക്കുന്നുണ്ട്. നമുക്കൊരു 4-5 ദിവസം കൂടി ഈ ഉഷ്ണതരംഗത്തിന്റെ കടുത്ത വേനലിനെ അതിജീവിച്ചേ മതിയാകൂ. അതുകൊണ്ട് കയ്യിൽ എപ്പോഴും കുപ്പിവെള്ളവും കുടയും കരുതാൻ നിങ്ങൾ മറക്കരുത്. പരമാവധി തണലുള്ള സ്ഥലങ്ങളിൽ മാത്രം നിങ്ങൾ പണിയെടുക്കാൻ ശ്രമിക്കുക. പകൽ സമയങ്ങളിലെ പണി രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ പുറത്ത് നേരിട്ട് സൂര്യതാപമേൽക്കുന്ന തലത്തിൽ നിങ്ങൾ പണി ചെയ്യാതിരിക്കുക. ഒന്നുകിൽ അതിനു മുൻപോ അതിനുശേഷമോ നിങ്ങളുടെ ജോലി ക്രമീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക.